ഗായ്സ്, ഇസ ലൈഫ് സ്റ്റൈൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പം എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അറിയാത്തവർക്ക് വെച്ചാൽ എന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ല, എങ്കിലും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സൂര്യ, സ്ഥലം കൊല്ലാണ്. ഇപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ നാളെ പെരുന്നാളൊക്കെ ആണല്ലോ, അപ്പം അതിൻ്റേതായ ഒരു ചെറിയൊരു മേക്കപ്പ്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു ചെറിയ ബേസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു തന്ന രീതിയിലുള്ള ഒരു മേക്കപ്പാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മേക്കപ്പ് ഒന്നും ഇല്ലാതെ എൻ്റെ കറക്റ്റ് രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം അടുത്ത് കാണുന്നുണ്ട്, ഡാർക്ക് സർക്കിൾസ് എല്ലാം ഉണ്ട്, നല്ല രീതിക്ക് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു പൊട്ട് മാത്രം വെച്ചിട്ടുണ്ട്, ജസ്റ്റ് മുടിയിൽ ഒരു ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും മേക്കപ്പ് ഞാൻ എവിടെയെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങളൊക്കെ വരുമ്പം ഇത് ചെയ്യുന്നതായിട്ടുള്ള ചെറിയൊരു മേക്കപ്പ് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് മേക്കപ്പിലേക്ക് പോയാലോ, തുടങ്ങാം. ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. കാണാൻ പറ്റുന്നുണ്ട്, പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പം നമുക്കൊരു ക്രീമി ടെക്സ്ചറാണ് കിട്ടുന്നത്. നമുക്ക് അതിന് തന്നെ ജെൽ ടൈപ്പ് ഉണ്ട്, അത് കുറച്ചുകൂടെ ഒരു വാട്ടറി ബേസ്ഡാണ്, കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതായിരുന്നു, അത് കിട്ടിയില്ല വാങ്ങാൻ പോയപ്പോൾ, അതാണ് ഇത് വാങ്ങിയത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു മോയ്സ്ചറൈസറാണ്. ജസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാം. നമ്മൾ എന്ത് മുഖത്തിട്ടാലും നമ്മൾ കഴുത്തിലും കൂടെ ഇടാൻ ശ്രദ്ധിക്കണം. എല്ലായിടത്തും ഈവനായിട്ട് പോയിട്ടുണ്ട് എന്നും ശ്രദ്ധിക്കുക. മോയ്സ്ചറൈസിങ് കഴിഞ്ഞു. ഇത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പറഞ്ഞുതരാം. എൻവൈബയുടെ പ്രോ സ്പോക്ക് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും ലാക്മേയുടെ ഫൗണ്ടേഷൻ, ഇതും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്തിട്ടില്ലേ, ഏകദേശം ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഹൈലൈറ്റർ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, എങ്കിലും കണ്ടിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ടുണ്ട്, ആ ഒരു ഇത് വെച്ച് പറയുക. കയ്യിലാണ് ഇട്ടത്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഫൗണ്ടേഷനും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യും. അപ്പം നമുക്ക് ഭയങ്കര ഒരു ഷൈൻ കിട്ടും, മുഖത്ത് ഒരു ഗ്ലോ ഉണ്ടാവും. എൻ്റെ ബ്ലെൻഡർ കാണുന്നില്ല, അതുകൊണ്ട് കൈ വെച്ച് തന്നെയാണ് മുഖത്ത് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ബ്ലെൻഡർ ഉള്ളവർ അത് വെച്ച് തന്നെ, ആ സ്പഞ്ച് വെച്ച് തന്നെ മാക്സിമം യൂസ് ചെയ്യുക, നല്ലതായിരിക്കും. ഞാനിപ്പോൾ കൈ വെച്ച് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. എൻ്റെ ബ്ലെൻഡർ കാണുന്നില്ല, അതാണ് സത്യം. ബ്യൂട്ടി ബ്ലെൻഡർ ഉള്ളവർ അത്യാവശ്യം അത് വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലൈറ്റിൻ്റെ ആണോ എന്തോ, കുറച്ച് എഫക്റ്റ് ഇട്ടതുപോലെ ഉണ്ടൊരു ഫീൽ അല്ലേ, പക്ഷേ ലൈറ്റിൻ്റെ അല്ല. ഞാൻ ബാക്കിലോട്ട് നിൽക്കാം, അപ്പോൾ കുറച്ച് മനസ്സിലാവുന്നത് ലൈറ്റിൻ്റെ ആയിരിക്കാം. എന്നാ ഈ നമുക്ക് ഒരു ലുക്ക് കിട്ടും. ഇപ്പോൾ ഒരു കറക്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞ് ഉള്ളൊരു ലുക്കാണിതാണ്. നമ്മളെ ഒരു ഗ്ലോ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, എൻവൈബയുടെ പ്രോ സ്പോക്ക് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു അപാകതയുണ്ട്.
എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്ത ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കും. എനിക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ അത്ര ഒരു വശമുള്ള കൂട്ടത്തിലല്ല ഗൈസ്. എങ്കിലും നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചില്ലായിരുന്നു. ഞാൻ എൻ്റെ ഡാസ്ലറിൻ്റെ ഒരു ബ്രൗൺ കളർ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ബ്രൗൺ കളർ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ക്യാമറ നോക്കിയിട്ട് ഒരുങ്ങുന്നത്. പക്ഷെ കുഴപ്പമില്ല, രസമുണ്ട് ക്യാമറ നോക്കി ഒരുങ്ങുക. കണ്ണാടി നോക്കി ഒരുങ്ങുന്നതിനേക്കാളും ഇതാന്ന് തോന്നി. ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടാവും അതിൻ്റെ സ്കൂളിൽ, അങ്ങനെ എന്തോ പറയുന്നു, കറക്റ്റ് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. ഇങ്ങനെ ഒന്ന് ബാക്കിലോട്ടാക്കി കൊടുത്താൽ ആ ഒരു കറക്റ്റ് ലുക്ക് കിട്ടും. നമ്മൾ ഒരു കാര്യം മറന്നു കേസ്, നമ്മൾ പൊട്ട് മറന്നില്ല. മുസ്ലിം മേക്കപ്പ് നമുക്ക് പൊട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. എപ്പോഴും വെക്കുന്ന ആ ഒരു വെച്ച് കയ്യിലൊട്ടിക്കാൻ നോക്കിയതാണ്. ഇനി നമുക്ക് കണ്ണെഴുതാം. കണ്ണെഴുതാൻ ഞാൻ ഒരുവിധം നമ്മുടെ നാട്ടിൽ ഒരുവിധം എല്ലാ പെൺപിള്ളേർ ഉപയോഗിക്കുന്ന സാധനമായിരിക്കും ഡാസ്ലറിൻ്റെ ഐലൈനർ യൂസ് ചെയ്യുന്നത്. കുറേ വർഷമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ്. വേറെ മാറ്റമൊന്നും വാങ്ങിയിട്ടില്ല. അത് വാങ്ങണമെന്ന് വിചാരിക്കുന്നു. ഇത് തീർന്നിട്ട് വാങ്ങാമല്ലോ. നമ്മൾ കണ്ണെഴുതുമ്പോൾ എപ്പോഴും നടുക്കുന്ന തന്നെ എഴുതാൻ ശ്രമിക്കുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രഷിനകത്ത് എടുക്കുന്ന ഐലൈനർ കൂടുതലായിട്ടുണ്ടാവും. അപ്പം നമുക്ക് നടുക്ക് ഭാഗത്ത് കൂടുതൽ വരും. നമുക്ക് ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് മതിയാവും. ഞാൻ വാരിട്ട് കൊടുക്കും എപ്പോഴും. എനിക്ക് അങ്ങനെ എഴുതുന്നത് എനിക്കിഷ്ടം. എങ്ങനെയുണ്ട്? നമ്മുടെ ഈ എങ്ങനെയുണ്ട് കണ്ണെഴുതിയിട്ട്? നമ്മുടെ ഈ ഡാർക്ക് സർക്കിൾ ഇപ്പോൾ ഞാൻ കണ്ണെഴുതിയത് ശ്രദ്ധിച്ച് എല്ലാവർക്കും കാണുന്നുണ്ടാവും. ഡാർക്ക് സർക്കിൾ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. എനിക്ക് കാജൽ യൂസ് ചെയ്യുന്നത് ഫേസ് സ്കാനറുടെ കാജലാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഫേസ് സ്കാനറുടെ കാജലാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ്. വലിയ പ്രശ്നമൊന്നുമില്ല, ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു കോർണറിൽ നമ്മൾ അത്യാവശ്യം നല്ല വീതിക്ക് എഴുതിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വീതി കുറച്ചാൽ മതി. നല്ലൊരു ഭംഗി ഉണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ക്യാമറ നോക്കി ചെയ്യുന്നതിൻ്റെ ഒരു അപാകത ഉണ്ടാവാം. ഈ കണ്ണിലൂടെ എഴുതി നോക്കാം. എങ്ങനെയുണ്ട് ഗൈസ്? അടുത്ത നമുക്ക് മസ്കാര യൂസ് ചെയ്യും. ഒരു കാര്യം നമ്മൾ മറന്നു ഗൈസ്, ഐഷാഡോ ഇട്ടില്ല. ഐഷാഡോ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. എന്തായാലും ഒരു മേക്കപ്പ് വീഡിയോ ആണല്ലോ, അതുകൊണ്ട് ഞാൻ ഐഷാഡോ ഇത് എന്തിൻ്റെ ഇതാ മസ്കാരയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നുവെച്ചാൽ അത് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് ബ്രാൻഡ് റോസ് ബെല്ല ഫാഷൻ അങ്ങനെ എന്തോ. പക്ഷെ നല്ല മസ്കാര കേട്ടോ. നല്ല നമ്മുടെ ഐലാഷസ് ഭയങ്കര ഇതായിട്ട് നിൽക്കും. ഭയങ്കര എന്താണ് ഇതായിട്ട് നിൽക്കുന്നില്ലെന്ന് വിചാരിക്കും. അതൊരു വോളിയം ഒക്കെ തോന്നും. ഇപ്പം എൻ്റെ ഐലാഷസ് കണ്ടില്ലേ? ഇതിട്ട് കഴിഞ്ഞിട്ടുള്ള ഐലാഷസ് ഒന്ന് നോക്കാം നമുക്ക്.
അടിപൊളി. നമ്മൾ ഐഷാഡോ ഇടാൻ മറന്നുപോയി. ഐഷാഡോ ഞാൻ പറഞ്ഞില്ല, ഞാൻ അധികം അങ്ങനെ ഐഷാഡോ യൂസ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ അതിൽ ഐഷാഡോ പാലറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചൊരു ഐഷാഡോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെച്ചു എൻ്റെ കളറ്, ഡ്രസ്സിൻ്റെ കളർ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് പിങ്കും ഒരു ഗോൾഡൻ ഷെയ്ഡും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും. ഇതെല്ലാം ബ്രഷ് എൻ്റെ മക്കളെ കൊണ്ട് നശിപ്പിച്ചു. ആക്ച്വലി ഇത് നമ്മുടെ ഐലൈനർ ഇടുന്നതിന് മുമ്പിട്ടുള്ള സ്റ്റെപ്പാണ്. പക്ഷേ ഞാൻ ഐലൈനർ ഇടുന്നതിന് മുമ്പിടാൻ മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നു. കൈ വെച്ച് തന്നെ ഇടുന്നു എന്ന് കരുതി വലിയ പ്രശ്നമൊന്നുമില്ല മേക്കപ്പ് ചെയ്തതിന്. പലരും ഞാൻ കണ്ടുണ്ട്, വലിയ വലിയ ബ്യൂട്ടി ബ്ലോഗേഴ്സ് കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ജസ്റ്റ് നമ്മുടെ സമാധാനത്തിന് നമുക്ക് ബ്രഷൊക്കെ വേണമെങ്കിൽ മേടിക്കാം. കൈ ബ്രഷ് മേടില്ലാത്തവർ നമ്മൾ ഇങ്ങനെയും യൂസ് ചെയ്യാം. അത് ഞാൻ കണ്ട് ഈ ഒരു ഭാഗത്തായിട്ടൊരു പിങ്ക് ഷെയ്ഡ് കൂടെ കൊടുക്കുന്നുണ്ട്, ചെറിയൊരു നമ്മൾ ഐഷാഡോ ഇട്ട് കഴിയുമ്പോൾ ഏകദേശം കണ്ട് ഈ ഒരു രൂപത്തിൽ വരും നമ്മുടെ കണ്ണ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അത്ര വലിയൊരു ബ്യൂട്ടി എക്സ്പേർട്ടൊന്നുമല്ല. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനങ്ങ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അവിടുന്ന് ബ്ലെൻഡ് ആയിക്കോളും. ലാസ്റ്റത്തെ പരിപാടിയാണ് ലിപ്സ്റ്റിക്. ഞാൻ വാസലിൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് വേറൊരു ലിപ് ബാമുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ് ബാമാണ്. ഇയാൾ മേക്കപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇടുന്ന എനിക്ക് നല്ലത്. ഞാൻ അത് വിട്ടുപോയതുകൊണ്ടാണ്. ഇപ്പം ഇട്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മേക്കപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യത്തില്ലേ, ആ ഒരു ടൈം തന്നെ ഇടുകയാണെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന സമയം നമ്മളത്തെ കുറച്ചൊന്ന് ചുണ്ടൊന്ന് സെറ്റാവും. ഇപ്പം തന്നെ ഇങ്ങനെയുണ്ട് മേക്കപ്പ്. ഇനി നമുക്ക് മുടി കെട്ടണം. ആക്സസറീസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആക്സസറീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തെ ലിപ് ബാം ഒക്കെ നമ്മൾ ചുണ്ട് അത്യാവശ്യം മോയ്സ്ചറൈസ്ഡ് ആവും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മാസിൻ്റെ സ്കാൻഗ്ലസ് ബ്രൗൺ ആണ്. ഈ ഒരു ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ചുണ്ട് കണ്ടോ, അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡാണ്. ലിപ് ലൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ട് ഭയങ്കര സെറ്റാവും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന 2 ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇപ്പം കറൻറ്റ്ലി കുറച്ച് നാളായിട്ട് ഏകദേശം ഒരു മാസമായിട്ട് യൂസ് ചെയ്യുന്ന 2 ലിപ് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ബ്ലൂ ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന് വലിയ കുഴപ്പമില്ല. ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത നല്ല ബ്രാൻഡാണെന്നാണ് പറഞ്ഞത്. ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ല, മാറ്റ് പ്രൂഫാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്. അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് അല്ല, മാറ്റാണ് ഇട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് അല്ല. നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ലിപ്സ്റ്റിക്ക് പോവും. ഇനിയിപ്പോൾ 2-3 കളർ വെച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇത് രണ്ടുമാണ് യൂസ് ചെയ്തത്. ഇതാണ് കൂടുതലും ഡെയിലി യൂസ് ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡാണ്. ഇത് സ്വിംഗർ, മൈഗ്ലാമിൻ്റെ സ്വിംഗർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കാണാൻ പറ്റുന്നുണ്ടാവും, കാണാൻ പറ്റില്ല, സോറി. സ്വിംഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇത്. ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര വാഷ് ഔട്ടാകും.
ഇത് പക്ഷേ മൈഗ്ലാമിൻ്റെ തന്നെ തിരാറായി. ഇത് മൈഗ്ലാമിൻ്റെ തന്നെ യമ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഒരു വെൽവെറ്റി ടെക്സ്ചറാണ്, ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, മാറ്റ് പ്രൂഫ് അല്ല. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആ ഒരു പിഗ്മെൻറ്റേഷൻ ഒരു ഫുൾ ഡേ ഉണ്ടാവും, പക്ഷേ ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. ഇതല്ല ലോങ് ലാസ്റ്റിങ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ 2 ലിപ്സ്റ്റിക് എടുത്ത് വെച്ചിരിക്കും. അപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്ത് എങ്ങനെ ഇരിക്കും ലുക്കിലുണ്ട്. പക്ഷേ അതിട്ട് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ട് ഒരുമാതിരി വല്ലാത്ത ഫീലാണ്. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യത്തില്ല. നമുക്ക് എന്ന് വെച്ചാൽ അടുത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ. ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡ് കിട്ടും. എന്നാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ഡെയിലി വന്നൊക്കെ നല്ല ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തേക്കും. ഇപ്പം എല്ലാവരും ന്യൂഡ് ഷെയ്ഡ്സ് അല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഉയർത്തിട്ട് തന്നെ എല്ലാം ഒലിച്ച് വരുന്ന ഗൈസ്. പിന്നെ ഞാൻ അങ്ങനെ ബ്ലഷോ കാര്യങ്ങളൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിൻ്റെ മേക്കപ്പിനകത്ത് യൂസ് ചെയ്തെന്ന് തോന്നുന്നു. അല്ലാതെ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്ലഷൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമുക്ക് ലാസ്റ്റ് നമുക്ക് കോമ്പാക്ട് പൗഡർ കൂടെ ഇട്ട് കഴിഞ്ഞു ഫിനിഷ്. പിന്നെ നമുക്ക് മുടിയും കൂടെ കിട്ടിയാൽ മതി, നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. കോമ്പാക്റ്റും ഞാൻ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് വലിയ ലോങ് ലാസ്റ്റിങ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഒരു സമാധാനം. ഞാൻ അങ്ങനെ മേക്കപ്പ് ഇടണമെന്നൊരു ആഗ്രഹം തോന്നിയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരി പറഞ്ഞൊരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരി എന്ന് വെച്ചാൽ ഞാനങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങി വെച്ചിട്ടില്ല. എൻ്റെ കമ്മൽ എവിടെയും കൂടിപ്പോയി. ഞാൻ അത്യാവശ്യം ഉടക്കെല്ലാം എടുത്ത് വെച്ചേക്കുന്നുണ്ട്. കാരണം എൻ്റെ ഉടക്കൊന്നും ഒരുമാതിരി വല്ലാത്ത ഉടക്ക. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഉടക്കെടുക്കാൻ നിന്ന് നല്ല രസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഉടക്കെല്ലാം എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ഈ സൈഡ് നോക്കാം. ഈ സൈഡിൽ നിന്ന് പകരെടുക്കുമ്പോൾ എനിക്ക് ഒരു പഫ് വരുന്ന ഒരു ഫീൽ ഉണ്ടാവും. പക്ഷെ മുടി കുറച്ചൊരു വോളിയമുള്ള പോലെ തോന്നും. നമുക്ക് ഈ സൈഡിൽ നടക്കാം. എപ്പോഴും കിട്ടുന്നൊരു ഹെയർ സ്റ്റൈൽ തന്നെ ഞാൻ എപ്പോഴും കിട്ടുന്ന ഹെയർ സ്റ്റൈൽ തന്നെ അങ്ങനെ പുതുതായിട്ടൊരു മട്ടിപ്പിടുത്തമൊന്നുമില്ല. എപ്പോഴും കിട്ടുന്നതെന്ന് വെച്ച് എപ്പോഴും കിട്ടുന്നൊരു ഹെയർ സ്റ്റൈൽ തന്നെ കിട്ടുന്നത്. ഞാൻ ഇവിടെ നിന്നിങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒരു പാർട്ടീഷൻ എടുത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യും. ഇപ്പോൾ നോക്കിക്കോണം, കെട്ടി വരുമ്പോഴത്തേ എന്നെ മുടി കൊടുക്കും. എൻ്റെ മുടി ഏതെന്ന് പറയണോ, ഭയങ്കര അനുസരണയാണ്. ഞാൻ പറഞ്ഞില്ലേ അതിന് ഒരു പഫി ലുക്ക് കിട്ടുന്നു. ഒരു പഫി ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ഈ അത്യാവശ്യം എല്ലാം കാണിച്ചത്. ഈ ഒരു ക്ലിപ്പാണ് യൂസ് ചെയ്യുക. അത് നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കുക എൻ്റെ മുടിയിൽ.
തൽക്കാലം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ഭാവവും മാറ്റങ്ങളും ഉണ്ടാവാറില്ല ഈ സൈഡ് അങ്ങനെ ചെയ്യുമ്പോൾ. ഈ സൈഡ് വോളിയം കുറവായതുകൊണ്ടായിരിക്കും ഇത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വെക്കുന്നുണ്ട്. അപ്പം മുടികെട്ട് കഴിഞ്ഞു. നമുക്ക് ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യാം. ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഞാൻ ഒരു നെറ്റിച്ചുട്ടിയൊക്കെ ഉൾപ്പെടെയുള്ള ഒരു സെറ്റാണ് വാങ്ങിയത്. ഞാൻ മുടി ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ആ നെറ്റിച്ചുട്ടി വെക്കാൻ പോകുന്നതെന്ന് എനിക്ക് യാതൊരു വിധമായ ഐഡിയ ഇല്ല. സോറി. മസ്കാര ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചോടെ വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ജ്വല്ലറി. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിയതാണ്. യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടിയൊരു സാധനമാണത്. നല്ല ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഏകദേശം ഒരു 270 ആ ഒരു റേഞ്ചിൽ വാങ്ങിയതാണ്. പക്ഷേ ഈ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ നല്ല ഒരു യൂസ്ഫുൾ സാധനമാണ്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരുങ്ങി സ്വന്തമായിട്ട് തന്നെ അഭിപ്രായം പറയാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയാണോ സൈഡിൽ നമുക്ക് നോക്കാം. കുരുങ്ങി ഗൈസ്. അയ്യോ ഓക്കെ സെറ്റ്. സാരമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെയല്ലേ മുസ്ലിംസ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ എന്തുവാ, ഇങ്ങനെയാണ്. ജസ്റ്റ് ഇവിടെ ഒരു സ്ലൈഡ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇടണോ, ഇങ്ങനെ ഇടണോ? ഇങ്ങനെ ഇടാം അല്ലേ? ഇതാ ഭംഗി, എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നത്. ജസ്റ്റ് സ്ലൈഡ് കുത്തി നോക്കാം. അപ്പം നമുക്കല്ലാതെ തന്നെ വെച്ച് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മാറ്റാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മാല ഇട്ട് നോക്കാം. മാല മിക്കവാറും ഞാൻ ഇടത്തില്ല. കാരണം മാല ഇടത്തിലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത് ഇടുമ്പോൾ തന്നെ കമ്മലും നെറ്റിച്ചുട്ടി ഇടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഹെവി ഫീൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഇട്ട് നോക്കാം. നമുക്ക് എന്തായാലും വാങ്ങിയതില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, മാല നിൽക്കാതെ ഇതില്ല. ഭയങ്കര ഒന്നാമത് എനിക്ക് ചെറിയ കഴുത്ത. ഇതിൻ്റെ കൂടെ ഇതുകൂടെ ഇടുമ്പോൾ ഞാൻ എന്തോ ഒരു യുദ്ധത്തിന് പോകുന്നൊരു ഫീൽ ഉണ്ടല്ലേ. അമ്മലോട് ഇട്ട് നോക്കാം എങ്ങനെ എണ്ണം. ഇട്ടിട്ട് കൊള്ളില്ലാതൊന്നും പോരാ. ഇതാണ് കമ്മല്.
നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ. സെറ്റായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തട്ട വിടാം. തട്ട വിട്ടിട്ടുണ്ട്. ഇനി ഞാൻ തട്ട കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും എന്നെ ഒന്ന് തെറി വിളിക്കരുത്. ജസ്റ്റ് ഒരു ആഗ്രഹത്തിന്റെ പേരിലിട്ടതാണ്. വൈദ്യുതിൻ്റെ കയറി. അപ്പം ഞാൻ തട്ട വിട്ടു. അപ്പം എങ്ങനെയുണ്ട് ഗൈസ്? എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? ഈ മാല ഇട്ടത് കുറച്ച് ഹെവി അല്ലേ? മാല ഊരിയിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാതെ. ഇത് നമ്മൾ പണ്ട് ഇൻസ്റ്റഗ്രാമിലാണോ ടിക്ടോക്കിലാണോ ഇങ്ങനെ ഒരു എഫക്റ്റ് ഇല്ലേ? ഈ മാലയും വളയൊക്കെ നമുക്ക് അഡീഷണൽ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലേ? മാല ഊരിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് മാല അത്ര ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഊരിയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചിട്ട് മാല ആദ്യം എടുത്ത തട്ടത്തിൻ്റെ രീതി ഞാനങ്ങ് മാറ്റി. എങ്ങനെയുണ്ട്? മാലയുടെ ഒരു കുറവുണ്ടല്ലേ? അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. മറ്റേ മാല ഊരിയിട്ട് മാല ഇടുന്നതാണോ മാല ഇടാതെ ഈ ഒരു കുഞ്ഞു മാല ഇട്ടതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഉണ്ട് എൻ്റെ ഫൈനൽ ലുക്ക്? അപ്പം ആദ്യം കൊണ്ടിട്ടപ്പോൾ ഒരുപാട് മേക്കപ്പുള്ള പോലെ തോന്നിയില്ലേ? ഇപ്പം വലിയ മേക്കപ്പൊന്നുമില്ല. അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ. അതിൻ്റെ ഈ വിയർത്ത് വല്ലാണ്ടാവണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.